പറയാനുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ചാണ്. നിലവിൽ പുതിയ കോച്ചൊക്കെ വന്നു. നമ്മുടെ രാഹുൽ ദ്രാവിഡ് കോച്ച് മാറി, നമ്മുടെ ഗൗതം ഗംഭീർ കോച്ചൊക്കെ ആയിട്ട് ശ്രീലങ്കയിലാണ് ഫസ്റ്റ് ടൂർ പോകുന്നത്. അവിടെ 2023 മത്സരങ്ങളിൽ ഇന്ത്യ പരമ്പര നേടി. പക്ഷേ പിന്നീട് നടന്ന ഏകദിനത്തിൽ 3 കളിയും അടപടലം മൂഞ്ചിയാണ് വന്നിട്ട്. അടപടലം മൂഞ്ചി എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ, 27 വർഷം ശ്രീലങ്കയുമായിട്ട് പരമ്പര തോൽക്കുന്നത്. 27 വർഷം. അതായത് നിലവിലെ 2020 ചാമ്പ്യന്മാരായിട്ടുള്ള ടീം. അതിൽ ബുംറന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതൊരു 1.5 കുറവാണ്. പക്ഷെ എന്നാലും പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 3 കളിയിൽ ഒരു സ്ഥലത്ത് ഒരു എന്താ പറയുക, ഒരു സെക്ഷൻ പോലും അല്ലെങ്കിൽ ഒരു ഓവർ പോലും ഇന്ത്യ മുന്നോട്ട് കയറി വന്നിട്ടില്ല. ആ കളി കണ്ടു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ ആരാന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ നെഞ്ചു തകരും. അത് ഓപ്പോസിറ്റ് ന്യൂസിലാൻഡോ സൗത്ത് ആഫ്രിക്ക ഒന്നും അല്ല, ഓസ്ട്രേലിയ ഒന്നും അല്ല, ശ്രീലങ്കയാണ്. താരതമ്യേന നിലവിൽ ഒരു മോശം ടീമാണ് ശ്രീലങ്ക നിലവിലെ സാഹചര്യത്തിൽ. അതെ, ഇന്ത്യയായിട്ടുള്ള കളി വെച്ച് നോക്കുകയാണെങ്കിലും പണ്ടൊക്കെ ഭയങ്കരമായിട്ട് നമ്മളും കട്ടക്കോല് നിന്നിട്ടുള്ളൂ. അതാ പറയാം, 27 വർഷങ്ങൾക്ക് ശേഷമാണ് പരമ്പര ഇഷ്ടപ്പെടുന്നത് അല്ലേ. 27 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ബുംറ ഇല്ല എന്ന് പറഞ്ഞു, ശരി, ബുംറൻ്റെത് ഭയങ്കരമാണ്, നികത്താൻ കഴിയാത്ത സംഭവം. പക്ഷെ ഒരു ബുംറ എല്ലാ കാലത്തും ഉണ്ടാവുമോ? ഇല്ല. പിന്നെ നമ്മളിപ്പോ ആരൊക്കെ ഉള്ളത്? വിരാട് കോഹ്ലി കളിച്ചിട്ടില്ലേ, രോഹിത് കളിച്ചിട്ടില്ലേ, രോഹിത് കളിച്ചു, മറ്റേ സഞ്ജുനെ ഇറക്കി, സഞ്ജു പമ്പ തോൽവിയായി പോയി. സഞ്ജുനെ രാഷ്ട്രീയപരമായിട്ടുള്ള കളികൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ കുറെ പറയണം, അതവിടെ നിൽക്കട്ടെ. പിന്നുള്ളത് നമ്മുടെ ഇത് ഋഷഭ് പന്ത്. അതായത് എത്ര ഫോം ഔട്ട് ആണെങ്കിലും പശു ഒട്ടിച്ച് നിർത്തിയ പോലെ ടീമിൽ എത്തിക്കണാണ് ഋഷഭ് പന്ത്. പിന്നെ അതുപോലെ എത്രയോ ആരും ഫോം ആയിട്ടില്ല. ഒരാള് ഒരു കളി ഫോമല്ല. ഓടിയിൽ ആരും തന്നെ രോഹിത് ശർമ്മയാണ് കുറച്ചെങ്കിലും റൺസ് ഉണ്ടാക്കിയിട്ടുള്ള. രോഹിത് ശർമ്മ അത് കുറെ കാലങ്ങളായിട്ട് ഇന്ത്യൻ ടീമിലാണ് നടക്കുന്നത്. എല്ലാവരും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാലും രോഹിത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം. ഗൗതം ഗംഭീറിന്റെ പരിപാടി കൂടി പുള്ളിക്കാരൻ വേറെ ഗംഭീർ വന്നപ്പോ നമ്മളൊരു മാറ്റം ഉണ്ടാവും വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഗംഭീർ വന്നപ്പോ പക്ഷെ ഇത്രയൊന്നും മോശമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പറ്റ മോശമായിട്ടുണ്ട്. അതായത് കളിക്കാർ മനഃപൂർവ്വം കളിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ തൊട്ടുമുമ്പ് ഒരു സംഭവം നടന്നല്ലോ, IPL അല്ല പറയണത്, വേൾഡ് കപ്പ് അവസ്ഥ. നമ്മൾ കപ്പൊക്കെ എങ്ങനെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഒരാൾ പോയാൽ അപ്പുറത്ത് വേറെ ആൾ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കപ്പ് കിട്ടിയത്, അല്ലാതെ വെറുതെ കിട്ടിയെന്നല്ലോ. സോ അങ്ങനെ നിന്നൊരു ടീമാണ് ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ അങ്ങനെ ആലോചിക്കണം. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പറയുമ്പോൾ 2020 വേൾഡ് കപ്പ് പൊക്കിയിട്ടുള്ള ടീമാണ് ഓരാണ് ഈ കളി കളിക്കുന്നത്. സോ നമ്മളിൽ നല്ല കത്തി കയറി കളിക്കാൻ പറ്റുന്ന 2-3 ഓവറിൽ മാത്രം കളിക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്, അടിച്ച് റൺ ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കാരുണ്ട്, കളിക്കണില്ല. നിന്ന് കളിക്കാൻ പറ്റുന്ന ആളുണ്ട്, പറ്റണില്ല. ഇപ്പം ജയ്സ്വാൾ 2020 വേൾഡ് കപ്പ് ആണെങ്കിലും ശേഷം ശ്രീലങ്കയുമായിട്ടുള്ള 2020 മത്സരത്തിലൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ജയ്സ്വാള് ഓഡിയിൽ വന്നപ്പോൾ ജയ്സ്വാൾ ഇല്ല. പകരം എടുത്തത് ഇന്ന് കുറച്ചു കാലമായിട്ട് ഫോമാവാൻ നിൽക്കുന്ന ശുഭ്മൻ ഗിൽ, അതുപോലെ ശിവൻ ദുബെ IPL ഫോമായി ടീമിലെടുത്ത് 2020 വേൾഡ് കപ്പിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ശ്രീലങ്കക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീണ്ടും ഓഡിയ ടീമിൽ വീണ്ടും ശിവൻ ദുബെ വരുന്നു. എന്താണിത്? ഇവര് ഫോം നോക്കിങ്ങാണ്ടല്ലേ ടീം എടുക്കുന്നത്? ഇതിന് മറ്റെന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പൊ തലപ്പത്തിരിക്കണത് മിക്ക ആളുകളും അങ്ങനെ, ഇത് വീണ്ടും അതിലേക്കാണ് പോണത്. പേരെടുത്ത് പറഞ്ഞ പറയുന്നില്ല. പക്ഷെ ഇവിടെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാനുള്ള മെയിൻ കാരണം എന്താ, ഗംഭീർ വരുമ്പോൾ ഗംഭീർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ഉപാധികളുണ്ട്. ഇന്ന സാധനങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയിൽ വേറെ ആരും സെലക്ഷൻ ഇടപെടാൻ പാടില്ല, പുള്ളീന്റെ ഇഷ്ടത്തിന്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ കുറിച്ചുള്ള വേറെ കാര്യം കൂടിയും പറയേണ്ടത്. പേഴ്സണലി എന്തുണ്ടെങ്കിലും ഏത് ആളാണെങ്കിലും അടിച്ച് മറുപടി പറഞ്ഞ ഒരാളാണ്. ഒരു കളിയിൽ ഒരാൾ മോശം കളിയാണെങ്കിൽ ഇയാൾ പുറത്തിരുന്ന് പറയുമ്പോൾ ആർക്കെതിരെ? അതെ, ധോണിക്കെതിരെ മാത്രമല്ല, കോഹ്ലിക്കെതിരെ വന്നിട്ടുണ്ട്, സഞ്ജുനെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും വന്നിട്ടുണ്ട്. ഈ സപ്പോർട്ട് ചെയ്ത ആള് അത് സഞ്ജുനെ ഇനിയെങ്കിലും നിങ്ങൾ കളിപ്പിക്കണം എന്ന് പറഞ്ഞ ആളാ. ഇയാൾ കളിപ്പിക്കണില്ല ബൈ. അപ്പൊ പുള്ളിന്റെ ഈ ഡയലോഗ് മാത്രമേ കളിപ്പിക്കണമെന്ന് പറയില്ല. കാരണം 2020 സഞ്ജു ഇന്ത്യൻ ടീമിൽ ചാൻസ് കിട്ടുമ്പോഴൊന്നും വേണ്ട രീതിയിൽ ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ODI അവസാനം സഞ്ജു കളിച്ച ODIയിൽ സൗത്ത് ആഫ്രിക്കെതിരെ സെഞ്ചുറി അടിച്ചു നിൽക്കുന്ന സഞ്ജു സാംസൺ ഉണ്ടാവും. 2 വർഷമായി ODI കളിക്കാത്ത ഋഷഭ് പന്തിനെ കൊണ്ടുപോയി ടീമിലിടുന്നു. ഇനി ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഋഷഭ് പന്തിനെ വെച്ച് നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഋഷഭ് പന്ത് എത്ര കളി ഫോം ഔട്ടായാലും വീണ്ടും ഒരു ചാൻസ് കൊടുക്കും.
ഇവിടെ ഇയാൾക്ക് എങ്ങനെ കൊടുക്കണത്? സഞ്ജുന് ഒരൊറ്റ ചാൻസ് കൊടുക്കണത്. 5 പരമ്പര ഉണ്ടെങ്കിൽ 4ാമത്തെ കളി 5ാമത്തെ കളി കൊടുക്കും. അത് ഒരു കളി കളിക്കും. ഇനിയിപ്പോ ഫസ്റ്റത്തെ രണ്ടാമത്തെ കൊടുത്തു വിചാരിക്കും, രണ്ടാമത്തെ കളി കൊടുത്തു വിചാരിക്കും, അവിടെ ഓട്ടോമാറ്റിക്കലി ഇയാൾക്കൊരു പ്രഷർ വരാണ്ട്. കാരണം സ്വയം സഞ്ജു തന്നെ അറിയാം ഒരൊറ്റ ചാൻസേ കിട്ടുള്ളൂ, ഇതിൽ നന്നായിട്ട് കളിക്കണം. എന്നിട്ട് ആ കളിയിൽ ബാക്കിയുള്ളവരൊന്നും വരെ കളിച്ചിട്ടും ഉണ്ടാവില്ല. എന്നിട്ട് ഇയാളുടെ തലേക്ക് മുഴുവൻ സാധനം. അങ്ങനെ കളിച്ച് സെഞ്ചുറി അടിച്ചാലോ അത് കണക്കിലെടുക്കൂല, ഒരു കളിയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാൽ ഫോം ഔട്ട് ആയാല് ഒരു കളി കൊടുത്തില്ലേ, എന്നിട്ടൊന്നും കാണിച്ചില്ല. ഇത് എന്താണ് ചെയ്യണത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ ഈ രീതിയിലാണ് ചെയ്യണത്. ഇത് കേരളീയന്റെ ഒരു റോസ്റ്റായിട്ട് ഒരിക്കലും എടുക്കരുത്. കാരണം പല ആളുകളും പറയുന്നുണ്ട് സഞ്ജുവിനെ എടുക്കാതിനല്ല നമ്മൾ പറയുന്നത്. അല്ല, സഞ്ജുന് പകരം എത്ര യങ് ആയിട്ടുള്ള വിക്കറ്റ് കീപ്പേഴ്സ് ഉണ്ട്. ധ്രുവ് ജുറേലൊക്കെ ഉണ്ട് രാജസ്ഥാനിലൊക്കെ. അതുപോലെ ഗെയ്ക്വാദ് അടിപൊളി പ്ലെയറാണ്. ഇവർ ഈ പറയുന്ന കുറച്ച് ആൾക്കാർ, ഇവർക്ക് ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ, അത് ഋഷഭ് പന്ത്, അതുപോലെ ശുഭ്മൻ ഗില്ല് പിന്നെ ഒരു ഭാവി താരമാണ്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷനിലുണ്ട്. കഴിവുള്ള ഒരാളാണ്, തെളിയിച്ചിട്ടുണ്ട്. ഋഷഭ് പന്ത് കഴിവുള്ള ആളാണ്. പക്ഷെ 2 വർഷമായിട്ട് അയാൾ എന്ത് ചെയ്തില്ല, കളിച്ചിട്ടില്ല. അപ്പൊ അയാൾ ഫിറ്റ്നസ് തെളിയിക്കാനൊക്കെ അവസരം കൊടുത്ത് പതുക്കെ വരട്ടെ. വെറുതെ എന്തിനാണ് ഈ വണ്ടി വലിച്ചു വാരി കൊണ്ട് ടീമിലിടുന്നത്? മാത്രമല്ല ഋഷഭ് പന്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് എടുത്ത പല കളി കളിച്ചാലും സെയിം ഷോട്ട് അടിച്ചാൽ പുറത്തതാ. മുട്ടൂത്തിരി ഷോട്ട് ഉണ്ട്, കണ്ടിട്ടുണ്ട്. മുട്ടത്തി ഇങ്ങനെ ഒരു മെയിൻ ഷോട്ട് ഉണ്ട്. ഇത് അടിക്കും, രണ്ടാമത്തെ അടിയിൽ ക്യാച്ച് ആവും, ഔട്ടാവും. ഇനി കഴിഞ്ഞ 2019 വേൾഡ് കപ്പിലല്ലേ മറ്റേ ധോണി റൺഔട്ട് ആയത് ന്യൂസിലാൻഡ് ലാസ്റ്റ് സെമി ഫൈനലിലെ ആ മത്സരം തോക്കാൻ കാരണം ഋഷഭ് പന്താണ്. കാരണം വെറുതെ അനാവശ്യമായിട്ടുള്ള ഷോട്ട് അടിച്ചിട്ട് പുറത്തായി ചെയ്ത്. അപ്പം എന്താണ് ഇതിൽ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് ഇവരെ കാലും അടിയും പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ചാൻസ് ഉണ്ട്, അല്ലാത്തവർക്ക് ഇല്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെ രീതിയിൽ പോവുകയാണെങ്കിൽ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. ഇതാണ് അവസ്ഥ. അതായത് ഇവരുടെ ടോപ്പിൽ നിൽക്കുന്ന ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ നിൽക്കുന്ന ആളുകൾ, അതുപോലെ ഇതിന്റെ മാനേജ്മെന്റ്, ഇവരൊക്കെ ഇങ്ങനെ കാല് കഴുകി വെള്ളം കുടിച്ച് നടക്കണം. അങ്ങനെയാണെങ്കിൽ ഉണ്ട്. അല്ലാതെ ഇവിടെ കളിക്കുന്നു. ഇന്ത്യൻ ടീമിന്റെ അവസ്ഥയാണ്. ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ നമ്പർ 1 ടീമാണ് ഇപ്പോഴും. നമ്മളെ ടീമിനെ പൊട്ടിക്കാൻ ആരുള്ളത്? എത്ര കിടിലം പ്ലേയേഴ്സ് നമുക്കുള്ളത്. ഒരു ടീമിനെ ഇറക്കാൻ പറ്റും. പിന്നെ വമ്പൻ ടീമുണ്ട്. വേറെ ഗെയിമൊന്നും ഇല്ല, ക്രിക്കറ്റേ ഉള്ളൂ ആകെ ഉള്ളത്. അതും ഇതുപോലെ കളിച്ച് ഇല്ലാതാക്കരുത്. പിന്നെ ഹോക്കിയാണ്. അതെ, ഹോക്കി ഇപ്പൊ ഈ ശ്രീലങ്കയുമായിട്ടുള്ള ടൂറിൽ 2 കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഒന്ന്, വിത്തൗട്ട് ബുംറ ഇന്ത്യൻ ബോളിംഗ് പൂജയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അതൊന്ന്. അതെ, 2 എന്ന് പറയുന്നത് ശ്രീലങ്കൻ ടീമിന്റെ ഒരു തിരിച്ചറിവ് കൂടി ഇതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം 2011 വേൾഡ് കപ്പിൽ ഇന്ത്യയോട് തോറ്റതിന് ശേഷം ജയസൂര്യയും അതുപോലെ തന്നെ ജയസൂര്യ അല്ല, സംഘക്കാര, ജയവർദ്ധന, മലിംഗ പോലുള്ള സീനിയർ ആയിട്ടുള്ള പ്ലേയേഴ്സ് വിരമിച്ചതിന് ശേഷം ശ്രീലങ്കൻ ടീം വലിയൊരു ഡൗൺ ആയിരുന്നു. ഇപ്പോൾ 2020 ഒക്കെ അവർ യോഗ്യത കളിച്ചാണ് വന്നത്. അപ്പം അത്രയും അടിയിൽ കിടക്കുന്ന ടീമായിരുന്നു. അവരിപ്പോൾ കുറച്ച് യങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് വന്ന് കുറച്ച് ടീം ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ എന്നാലും ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്കൊന്നും അവർ വന്നിട്ടില്ല. അത് ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള പോരായ്മയാണ്, കോച്ചിൻ്റെ പോരായ്മയാണ്, ഈ പറയുന്ന രോഹിത്തും അതുപോലെ തന്നെ കോഹ്ലി അടക്കമുള്ള സീനിയേഴ്സ് പ്ലേയേഴ്സിൻ്റെ പോരായ്മകളാണ്. അത് മാറ്റങ്ങൾ വരുത്തിയാൽ ബെറ്റർ. മാറ്റങ്ങൾ വരുത്തിച്ച വൻ പൊളിറ്റിക്സ് നടക്കുന്നത്. അപ്പൊ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പൊ പ്ലേയേഴ്സ് ആയിട്ട് നിൽക്കുന്ന മെയിൻ ആളുകൾ തീർച്ചയായിട്ടും അവർക്ക് ഇതിൽ പ്രാധാന്യം ഉണ്ടല്ലോ. ഇപ്പൊ കോഹ്ലി അല്ലെങ്കിൽ രോഹിത് ശർമ്മ പോലുള്ള ആളുകൾക്ക് തീരുമാനം എടുക്കുന്നതിൽ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്. ഇനിയിപ്പോൾ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടോ ഇല്ലെന്നുള്ളതൊന്നുമല്ല, അവർ ക്യാപ്റ്റനാണ്, അതല്ലാണ്ട് സീനിയർ പ്ലേയേഴ്സാണ്. അപ്പോൾ ഇവർക്കും മറ്റുള്ള ഈ സെലക്ഷൻ കമ്മിറ്റിക്കും മാനേജ്മെന്റിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവണം. അതില്ല, ഇത് മൂന്ന് വഴിക്കാണ്. അപ്പോൾ ഇവർ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ രോഹിത് ശർമ്മ ഇവർക്കും ചാൻസ് ഉള്ള നല്ല പ്ലെയറാണെന്ന് തോന്നുന്ന ഒരാളെ അവർ സജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ അവരുടെ പൊളിറ്റിക്സിന്റെ പേരിൽ അത് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി പകരം വേറെ ആളിട്ട് കഴിഞ്ഞാൽ ഈ ടീമിലൊരു വിടവ് വരും. അത് ഇവർക്ക് തമ്മിലൊരു സ്നേഹമില്ലാത്ത, ഒരു ബന്ധമില്ലാത്ത, അത് എല്ലാത്തിലും വരും. ഇതിന് ക്രിക്കറ്റിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സെയിം പരിപാടി. കാരണം അവരുടെ ജീവിതത്തിന്റെ 90% ഞാൻ തന്നെയല്ലേ പോകുന്നത്, ഇവരല്ലേ പരസ്പരം കാണുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഇല്ലാണ്ടൊന്നും ടീം മുന്നോട്ട് പോകില്ല. നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് അവർ തമ്മിലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഇതെല്ലാം കളീൻ്റെ ഭാഗമാണ്. അതായത് നല്ല പ്ലേയേഴ്സ് ആയിട്ടുള്ള 4-5 ആൾക്കാർ വന്നോണ്ട് മാത്രമൊന്നും ജയിക്കൂല. മാനസികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവിടെ. ഏതായാലും അടുത്ത ടൂർ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ആണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് അറിയില്ല. ഈ കളി വെച്ചിട്ട് ഓസ്ട്രേലിയൻ നെഞ്ചത്തേക്ക് ചെന്നാലുള്ള അവസ്ഥ ഇന്ത്യയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ രോഹിത്തും കോഹ്ലിയും
വിരമിക്കാൻ നിൽക്കുകയാണ്. ഏത് നിമിഷം അവർ ഓടിയെന്ന് വിരമിച്ചു. അതെ, അതെ. 2020 ഓൾറെഡി വിരമിച്ചു. ജഡേജ വിരമിച്ചു. ഒരു ഓൾറൗണ്ടർ അർദിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഈ രോഹിത്തിനും കോഹ്ലിക്കും പകരം നമ്മൾ പ്ലേയേഴ്സിനെ കണ്ടതില്ല. ഓഡിയിൽ ഉണ്ട് തോന്നുന്നു. ഈ മത്സരത്തിന് വിശ്രമം എന്താണെന്ന് തോന്നുന്നു. അല്ല, ഓൾറൗണ്ടർമാരുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ആശങ്കയില്ല. അക്സർ പട്ടേൽ അത്യാവശ്യം തിരക്കേടില്ലാതെ കളിക്കുന്നുണ്ട്. പിന്നെ ഹർദിക് ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ബുംറ ഇല്ലെങ്കിൽ ബോളിങ് രോഹിത്തും കോഹ്ലിയും പോയി കഴിഞ്ഞാൽ ബാറ്റിങ്ങിലും ഓപ്പണിങ്ങിലൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ട്. സിറാജ് നല്ല അടിയായിരിക്കണം. ചില സമയത്ത് അങ്ങോട്ട് പോകുമ്പോന്നല്ലാതെ അതെ, ആള് നല്ല പ്ലെയർ തന്നെയാണ്. പക്ഷെ നല്ല അടിയിട്ടുണ്ട്. സിറാജിനെ കൊണ്ട് കുടുങ്ങിയിരിക്കണേ ഈ പ്രാവശ്യം റിട്ടേൺ ചെയ്ത്. ഒരുപാട് അടിയിട്ടുണ്ട്. സിറാജ് മാത്രമല്ല, നമ്മളെ മിക്ക ബോളേഴ്സിന്റെയും പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുൽദീപ് യാദവ് അടക്കമുള്ള ആളുകൾ പക്ഷെ നമ്മൾ ആ പണ്ടത്തെ സാധനം ഒന്നും ഇല്ല. ഇപ്പോ പുള്ളി വരും പിടിച്ചെടുത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിക്കറ്റും വല്ലാണ്ടൊന്നും കിട്ടുന്നില്ല. ഇതിങ്ങനെ ഒരു കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഒരു ബ്രേക്ക് ത്രൂ കൊടുക്കാൻ പറ്റുന്ന ആളുകളില്ല. എനിക്ക് തോന്നുന്നു പിന്നെയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പലപ്പോഴും ഒരു ഞെട്ടിക്കണത് ഇവനാണ്, നമ്മുടെ മുംബൈന്റെ ക്യാപ്റ്റൻ. അയ്യോ, രോഹിത് ശർമ്മയല്ല, മുംബൈയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. രണ്ടാമന്മാർ ഹാർദിക്. ഏതായാലും നമുക്ക് അടുത്ത ടൂറിൽ ടീം പ്രഖ്യാപനം അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി വരാം. അപ്പത്തെ ടീമിന്റെ അവസ്ഥ എന്താണ്, ആരൊക്കെയാണ് എടുത്തത്, ഈ പറയുന്ന ചെണ്ടകളെ വീണ്ടും കൊണ്ടുപോകുന്നുണ്ടോ, പുതിയ ഏതെങ്കിലും പ്ലേയേഴ്സിന് അവസരം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം. ഓക്കെ, അപ്പൊ ടീമിൽ മാറ്റം വരുത്തിയാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് നല്ലത്. ബാക്കിയുള്ള എല്ലാം ഒളിമ്പിക്സിൽ സ്വർണ്ണം അല്ലാതെ തിരിച്ചു വന്നത്. ആകെ ഒരു കാര്യത്തിലും ഇന്ത്യക്ക് ഒരു ഡെവലപ്മെന്റ് എന്താ കാണിച്ചിരിക്കണത്. ഒളിമ്പിക്സ് പിന്നെ പറയേണ്ടി. അപ്പം ക്രിക്കറ്റിനെങ്കിലും നിലനിർത്തി രാജ്യത്തിന് അഭിമാനമുള്ള ഒരു കായിക സംസ്കാരം ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും കൂടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ടൂറിൽ നമ്മുടെ ടീം സെലക്ഷന്റെ സമയത്ത് നമ്മളൊന്നും കൂടി വരാം. ഗംഭീർ എന്ത് ചെയ്യുമെന്ന് കാണാം. ഓക്കെ.